ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. ഇന്ന് നമുക്ക് ശ്രീ ജയദേവ കവികളുടെ ഗീതഗോവിന്ദം അഷ്ടപദിയുടെ 5-ാമത്തെ അഷ്ടപദിയുടെ 7ഉം 8ഉം പദങ്ങൾ നമുക്ക് ഇന്ന് വിശകലനം ചെയ്യാം. കഴിഞ്ഞ ഭാഗത്ത് നമ്മൾ 5-ാമത്തെ അഷ്ടപദി 6-ാമത്തെ പദമായിരുന്നു. ഇന്ന് 7ഉം 8ഉം പദങ്ങളിലേക്ക് പോകാം. അപ്പോൾ അഷ്ടപദി ഇഷ്ടപ്പെട്ടുകൊണ്ട് പലരും കമൻറ്റ് ചെയ്തിരുന്നു. വളരെ സന്തോഷം. അഷ്ടപദി എന്ന് വെച്ചാൽ അത് ഭഗവാനെ സന്തോഷിപ്പിക്കുന്ന ഗീതമാണ്. ഭഗവാന് ഏറ്റവും പ്രിയങ്കരമായിട്ടുള്ളത്, ഭഗവാന് സന്തോഷമായിട്ടുള്ളത്, ഭഗവാൻ എല്ലാവരിലും അനുഗ്രഹം ചൊരിയാൻ കാത്തു നിൽക്കുന്ന ഭഗവാന്റെ ഉള്ളിലെ ആ സന്തോഷമാണ് രാധാദേവി. രാധാദേവിയുടെ കാര്യം എവിടെ ആര് സംസാരിക്കുന്നോ അവിടെ ചെവിയോർത്ത് ഭഗവാൻ അവിടെ കാത്തിരിക്കും കേൾക്കുവാൻ ശ്രദ്ധയോടെ. അപ്പോൾ രാധാദേവിയും ഭഗവാനും തമ്മിലുള്ള ആ പ്രേമ സുരഭിലമായിട്ടുള്ള ആ നിമിഷങ്ങൾ ഒപ്പിയെടുത്തിരിക്കുകയാണ് വാക്കുകളിലൂടെ ശ്രീ ജയദേവ കവികൾ. അതുപോലെ തന്നെ രാധാദേവിയെപ്പോലെ തന്നെ ഭക്തരിൽ ഏറ്റവും ഭഗവാന്റെ ഹൃദയത്തിലിരിക്കുവാൻ ഏറ്റവും അനുയോജ്യയാണ് രാധാദേവി. ആ രാധാദേവിയെ പോലെ തന്നെ അത്രയുമല്ലെങ്കിലും അതിൽ മറ്റ് ഗോപികമാർ ഭഗവാനെ മാധുര്യ പ്രേമത്തോടുകൂടി ഭഗവാനെ നിരന്തരം ചിന്തിക്കുന്ന മറ്റനേകം ഗോപികമാർ, അവരും ഭഗവൽ ഹൃദയത്തിൻ്റെ ഉടമകളാണ്. ഭഗവാൻ അവർക്ക് എല്ലാ അനുഗ്രഹങ്ങളും കൊടുക്കുകയാണ്, ഭഗവാനെ അങ്ങ് നൽകുകയാണ് ചെയ്യുന്നത്. ഭഗവാനെ സ്വന്തമാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്താണ് വേണ്ടത്? നമ്മുടെ ഹൃദയത്തിൻ്റെ ആ സന്തോഷം ആത്മാരാമന്മാരായി ഓരോരുത്തരും മാറുകയാണ്. മറ്റ് സന്തോഷം കണ്ടെത്തുവാൻ, സന്തോഷത്തിന് വേണ്ടി മറ്റു പലയിടങ്ങളിലും അന്വേഷിക്കേണ്ട ആവശ്യം പിന്നീട് ഭഗവാനെ കിട്ടുന്നവർക്ക് പിന്നെ വരുന്നില്ല. അവരുടെ ഉള്ളിൽ തന്നെ ആനന്ദം നുരഞ്ഞു പൊന്തുകയാണ്. തങ്ങളുടെ ഉള്ളിലിരിക്കുന്ന ആ ഞാനെന്ന ബോധം ഭഗവാനാണെന്നുള്ള തിരിച്ചറിവാണ് ഓരോ ഗോപികയ്ക്കും ഭഗവാനോട് അടുക്കുവാനുള്ള ജ്ഞാനം. അപ്പോൾ ഞാനും ഭഗവാനും രണ്ടല്ല, ഒന്ന് തന്നെ. എന്നിൽ ഭഗവാൻ ഉള്ളത് കൊണ്ടാണ് എനിക്ക് സന്തോഷിക്കുവാനും ഇവിടെ ജീവിക്കുന്നു എന്ന അനുഭവം ഉണ്ടാകുവാനും സാധിക്കുന്നത്. അപ്പോൾ ആ അനുഭവത്തിൽ നിന്നുകൊണ്ട് ഓരോരുത്തരും ഭഗവാനെ സ്മരിക്കുന്ന ആ ഒരു അനിർവചനീയമായിട്ടുള്ള നിമിഷങ്ങളാണ് അഷ്ടപദിയുടെ ഓരോ വരികളിലൂടെയും നാം അനുഭവിക്കുന്നത്. യഥാർത്ഥ ഭക്തർ, നമ്മളെല്ലാം ഭഗവാന്റെ ഭക്തരാണെന്ന് പറയും. പക്ഷേ ഒരു ഗോപികയുടെ ഭക്തിയുടെ 7 അയലത്ത് പോലും നമ്മളാരും എത്തുന്നില്ല. എത്രയെത്ര ജന്മാന്തരങ്ങൾ എടുക്കണം, ഇനി ജന്മങ്ങൾ എത്രയോ എടുത്താലാണ് ഭഗവാൻ മാത്രമാണ് എനിക്ക് ആനന്ദം തരുന്ന ഏകശക്തി എന്ന തിരിച്ചറിവിലേക്ക് നമ്മൾ വരുന്നത്. എല്ലായ്പ്പോഴും ഒരാളെ മാത്രം ചിന്തിക്കുന്നു, എല്ലായ്പ്പോഴും ഒരാളുടെ കാര്യത്തിൽ മാത്രം ശ്രദ്ധ കൊടുക്കുന്നു. എല്ലായ്പ്പോഴും ഉണരുന്നത് മുതൽ ഉറങ്ങുന്നത് വരെ, വീണ്ടും ഉണർന്നാൽ ആദ്യം ചിന്തിക്കുന്നത് മുതൽ ഉറങ്ങുമ്പോൾ കണ്ണിൽ ഉറക്കം വരുന്നത് വരെയും ഒരാളെക്കുറിച്ച് മാത്രം ചിന്തിക്കുക. അതാണ് ഗോപികയും ഭഗവാനും തമ്മിലുള്ള ബന്ധം, ഭക്തി. ആ നിരന്തരമായിട്ടുള്ള ഓർമ്മയും ആ നിരന്തരമായ സ്നേഹവും മനസ്സ് പങ്കുവയ്ക്കലും അവസാനം അതിൻ്റെ ആ സ്നേഹത്തിൻ്റെ ഒരു പാരമ്യത്തിലേക്ക് എത്തുമ്പോഴാണ് അതിനെ ഭക്തി എന്ന് പറയുന്നത്. ആരെയാണോ താൻ സ്നേഹിക്കുന്നത് അവരെ അവരൊരു സാധാരണ വ്യക്തിയല്ലെന്നും, സാധാരണ വ്യക്തികൾക്ക് പരസ്പരം കുറേ കാലം കഴിയുമ്പോൾ സ്നേഹം കഴിഞ്ഞിട്ട് പിന്നെ കാലുഷ്യമായിരിക്കും സംഭവിക്കുന്നത്. എന്നാൽ ഭഗവാനും ഭക്തരും തമ്മിലുള്ള ബന്ധമെന്ന് വെച്ചാൽ ഓരോ ദിവസം കടന്നു പോകുന്തോറും ആ ഭക്തി, ഒരു സ്നേഹം വർദ്ധിച്ച് നമ്മുടെ മനസ്സിൽ നിന്ന് അതിനെ പിഴുതു കളയാൻ പറ്റാത്ത വിധത്തിൽ ആ വൃക്ഷം, ഭഗവാനുമായിട്ടുള്ള സ്നേഹബന്ധത്തിൻ്റെ ആ വിത്ത് വീണ് കഴിഞ്ഞാൽ അതൊരു ചെടിയായി വളർന്ന് അതൊരു മഹാവൃക്ഷമായി നമ്മുടെ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങുകയാണ് അതിൻ്റെ വേരുകൾ. പിന്നെ അവിടെ നിന്നും പറിച്ചു കളയാൻ പറ്റില്ല. നാം എങ്ങനെയൊക്കെ ഭഗവാനെ വിട്ടിട്ട് മറ്റ് ഭൗതിക കാര്യങ്ങളിലേക്ക് പോയാലും നമ്മുടെ വേര്, നമ്മുടെ ഹൃദയത്തിൽ ആ ഭഗവാന്റെ വേരിങ്ങനെ വളരെ അഗാധത്തിൽ താണുപോയിരിക്കും. അവിടെ നിന്ന് ആ വേര് വലിച്ച് പുറത്തേക്ക് കളയുവാൻ നമുക്കൊരിക്കലും സാധ്യമല്ല, ഒരിക്കലും കളയാനും പാടില്ല.
അങ്ങനെ ശരിയായിട്ട് വേര് ഓടിയ ഭക്തിയാണ് ഭഗവാനുമായിട്ടുള്ള ആ മാധുര്യ പ്രേമത്തിൻ്റെ തുടക്കം. അതൊരു നിരന്തരമായ ഭക്തിയിലൂടെ ഇങ്ങനെ കടന്നു പോകും. നിരന്തരമായ സ്മരണകൾ, ഭഗവാന്റെ സ്മരണ മാത്രം, ഭഗവാനോടുള്ള സ്മരണ തന്നെയാണ്, ആ സ്മരണയെയാണ് നമ്മളെ ഉന്നതമായ തലങ്ങളിലേക്ക് എത്തിച്ച് അതൊരു ഭക്തിയുടെ ലെവലിലേക്ക് അങ്ങ് പോവുകയാണ്. കാരണം അത്രയ്ക്ക് പ്രിയപ്പെട്ട, അത്രയ്ക്ക് ശ്രേഷ്ഠമായ, അമൂല്യമായ ബന്ധമാണ് ആ ഭഗവാനുമായിട്ടുള്ളത്. ഓരോ ഭക്തനും യഥാർത്ഥത്തിൽ ആ ഗോപികയായി മാറുമ്പോൾ അത് എത്ര പേർക്ക് അങ്ങനെ ഒരു ബന്ധം, ഞാൻ ഭഗവാനിൽ നിന്ന് വേറിട്ടല്ല, ഞാൻ തന്നെയാണ് ഭഗവാൻ എന്നിൽ വസിക്കുന്നു, അപ്പോൾ എനിക്ക് എന്താണ് ഇനി മറയ്ക്കുവാനുള്ളത് ഭഗവാന്റെ മുന്നിൽ? എൻ്റെ ഉള്ളിൽ നിറയുന്ന ഭഗവാന്റെ മുന്നിൽ എനിക്ക് എന്താണ് മറയ്ക്കുവാനുള്ളത്? എൻ്റെ ശരീരം അതൊരു വസ്ത്രം മാത്രമാണ് എന്ന തിരിച്ചറിവ് ആർക്കൊക്കെ വന്നു എന്നറിയുവാനാണ് ഭഗവാൻ ആ ഗോപി വസ്ത്രാഭരണമൊക്കെ നടത്തിയത്. ശരീരബോധത്തിൽ നിന്ന് ആരൊക്കെ ഉയർന്ന തലത്തിലേക്ക്, ബോധത്തിൻ്റെ ഉയർന്ന തലത്തിലേക്ക് എത്തി എന്ന് ഒന്ന് സ്വയം അവർക്ക് മനസ്സിലാകുവാനും ഭഗവാനൊന്ന് വേർതിരിച്ച് കാണുവാനും, ഭഗവാൻ ഒരു പരീക്ഷണം നടത്തിയിട്ട് വേണ്ട ഓരോരുത്തരുടെയും ഉള്ളറിയുവാൻ, പക്ഷേ സ്വയം വിലയിരുത്തുവാനുള്ള ഒരു അവസരമായിട്ട് ഭഗവാൻ ഇതിനെ മാറ്റുകയാണ് ഗോപികമാരുടെ മുന്നിൽ ചെയ്തത്. അപ്പോൾ ഈ അഷ്ടപതി കേൾക്കുകയും അതിനെക്കുറിച്ച് അറിയുകയും കൂടുതൽ രാധാദേവിയിലേക്ക് അടുത്ത് ചെല്ലുകയും ആ രാധാദേവിയും ഭഗവാനും തമ്മിലുള്ള ബന്ധം എന്താണ് യഥാർത്ഥ ഭക്തി, അതുപോലെ ഒരു ഭക്തിയിലേക്ക് നാം ആരാണോ അടുക്കുന്നത്, ആരാണോ എത്തുന്നത്, അവർക്കാണ് ആ ഭഗവാൻ ബാക്കി എല്ലാ ഭക്തരെക്കാളിലും ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. അവരാണ് ഭഗവാന്റെ ഹൃദയത്തിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കുന്നത്. ഒപ്പം നമ്മുടെ ഉള്ളിലും ഭഗവാൻ സന്തോഷത്തോടുകൂടി നിറഞ്ഞാടും ആ ഗോപി ഭക്തിയിലേക്ക് ഓരോരുത്തരും എത്തുവാൻ. അപ്പോൾ അഷ്ടപതി അറിയുകയും കൂടുതൽ അതിലേക്ക് എത്തുകയും ചെയ്യുമ്പോൾ നമ്മിൽ ഭക്തി വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് അഷ്ടപതിയിലേക്ക് തന്നെ കടക്കാം. അഷ്ടപതി 7ാമത്തെ പദം നമുക്ക് നോക്കാം. 7ാമത്തെ പദത്തിൻ്റെ 5ാമത്തെ അഷ്ടപതിയുടെ 7ാമത്തെ പദം, നമുക്കിത് ആലപിക്കുന്നത് കേൾക്കാം. അതിനുശേഷം അർത്ഥം വിശകലനം ചെയ്യാം. വികച കദംബതലേ മിളിതം കലികലുഷ ഭയം ശമയന്തം മാമപി കിമപി തരംഗദനംഗദൃശാ വപുഷാ രമയന്തം രാസേ ഹരിമിഹ സ്മരതി മനോ മമ കൃതപരിഹാസം. അർത്ഥം നമുക്ക് വിശദമായി നോക്കാം. വിജക കദംബ തലേ മിളിതം കലികലുഷഭയം ശമയന്തം. വിജക കദംബ തലേ മിളിതം കലികലുഷഭയം ശമയന്തം മാമപി കിമപി തരംഗ അനംഗദൃശ വപുഷാ രമയന്തം. മാമപി കിമപി തരംഗ അനംഗദൃശ വപുഷാ രമയന്തം. രാസേ ഹരിമിഹ വിലാസം സ്മരതി പരിഹാസം. രാസേ ഹരിമിഹ വിലാസം സ്മരതി പരിഹാസം. ഇതാണ് വരികൾ. നമുക്കിതിനെ വിശദമായിട്ട് നോക്കാം. വിജക കദംബ തലേ മിളിതം. വിജംഗ കദംബ തലേ മിളിതം. കദംബം അതായത് കടമ്പ് വൃക്ഷം പൂത്തു നിൽക്കുന്ന, വിജംഗ കദംബ തലേ പൂത്തു നിൽക്കുന്ന കടമ്പ വൃക്ഷത്തിൻ്റെ തലയ്ക്കൽ കടയ്ക്കൽ, മിളിതം തലയ്ക്കൽ നിൽക്കുന്ന ആ ഭഗവാനെക്കുറിച്ച്, കദംബ വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ നിൽക്കുന്ന സുന്ദരരൂപനായ ഭഗവാനെക്കുറിച്ചാണ് ഇവിടെ രാധാദേവി ഓർക്കുന്നത്. കലികലുഷഭയം ശമയന്തം.
കലി കലുഷഭയം, കലി കൽമഷ ഭയത്തെ, കലി ദോഷഭയത്തെ ശമയന്തം ശമിപ്പിക്കുന്നവനും കാമജനകമായ കടാക്ഷ വീക്ഷണം കൊണ്ട് മാമപി കിമപി തരംഗ അനംഗദൃശ വപുഷ രമയന്തം, മാമപി എന്നെപ്പോലും കിമപി അല്പമെങ്കിലും തരംഗദനംഗദൃശ അല്പമെങ്കിലും എന്നെപ്പോലും രമിപ്പിക്കുന്നവനും അതെങ്ങനെയാണ്? കാമജനകമായ കടാക്ഷ വീക്ഷണം കൊണ്ടും മനോഹരമായ ശരീരം കൊണ്ടും എന്നെപ്പോലും തെല്ലി രമിപ്പിക്കുന്നവനുമായ ആ കൃഷ്ണൻ, രാസക്രീഡ ചെയ്തുകൊണ്ടിരിക്കുന്നവനായ ആ ഭഗവാനെ ഞാനിതാ സ്മരിക്കുന്നു തോഴി എന്ന് ഭഗവാനെക്കുറിച്ച് രാധാദേവി തോഴിയോട് പറയുകയാണ്. അനേകം ഗോപികമാരോട് രാസക്രീഡകളിൽ ഏർപ്പെട്ട് പ്രേമചേഷ്ടകളിലൊക്കെ ഏർപ്പെട്ട ഭഗവാൻ, ആ ഭഗവാന്റെ ആ മോഹന രൂപം ഓരോ ഗോപികയുടെയും മുന്നിൽ അവരുടെ സ്പർശനത്തിൽ, അവരുടെ സ്നേഹത്തിൽ, അവരുടെ ഭക്തിയിൽ, അവരുടെ പൂർണ്ണമായ സമർപ്പണത്തിൽ ഭഗവാൻ ഉണ്ടാകുന്ന ആ മുഖത്വം, ആ ഭഗവാന്റെ മനസ്സിലുണ്ടാകുന്ന ആ മാറ്റങ്ങൾ, ആ സൗന്ദര്യത്തിൻ്റെ ആ നിറകുടമായ ഭഗവാന്റെ രൂപമാറ്റങ്ങളെല്ലാം കണ്ട് ആസ്വദിക്കുകയാണ് രാധാദേവി. അപ്പോൾ ഓരോരുത്തരിൽ നിന്നും ഭഗവാൻ അനുഭവിക്കുന്ന സന്തോഷം കാരണം രാധാദേവിക്ക് കൂടുതൽ കൂടുതൽ ഭഗവാനോട് ഇഷ്ടം തോന്നുകയാണ്, കൂടുതൽ കൂടുതൽ ഭഗവാനോട് അടുപ്പം തോന്നുകയാണ്. അവിടെ വിഷമമല്ല, എന്നെ മറന്ന് അല്ലെ എന്നെ ഉപേക്ഷിച്ച് മറ്റ് ഗോപികമാരോടൊത്ത് കണ്ണൻ സന്തോഷിക്കുന്നു. അപ്പോൾ ആ സന്തോഷിക്കുന്ന കണ്ണനോട് ഒരല്പം കുശുമ്പ്, ഒരു അസൂയ ഒക്കെയല്ല ആദ്യം അങ്ങനെ തോന്നിയെങ്കിലും ദേവിക്കറിയാം, താൻ ആഗ്രഹിക്കുന്ന പോലെ, താൻ ഭഗവാനെ സ്മരിക്കുന്നത് പോലെ തന്നെ, സ്വന്തമാക്കുന്നത് പോലെ തന്നെ എൻ്റെ കൂടെയുള്ള എല്ലാ ഗോപികമാരും ഭഗവാനെ ആഗ്രഹിച്ച് മാത്രം ജീവിതം മാറ്റിവെച്ചിരിക്കുകയാണ്. അവർക്കെല്ലാവർക്കും ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ എന്ന് രാധാറാണിക്ക് അറിയാം. അതുകൊണ്ടാണ് അവരോടൊപ്പം അവർക്കും സന്തോഷം കൊടുക്കട്ടെ, അവരുടേതും കൂടി ആകട്ടെ കണ്ണൻ എന്ന് രാധാദേവി ആഗ്രഹിച്ചുകൊണ്ട് ആ ചേഷ്ടകളിലെല്ലാം ആനന്ദം കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. ആ കദംബ വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ മനോഹരമായ രൂപത്തോടുകൂടിയും കടാക്ഷ വിക്ഷേപണങ്ങൾ, അത് മോഹനമായ കാമജനകമായിട്ടുള്ള നോട്ടങ്ങളിലൂടെ ഓരോരുത്തരിലും ആനന്ദം ജനിപ്പിച്ചുകൊണ്ട്, കൗതുകം ജനിപ്പിച്ചുകൊണ്ട് ഭഗവാൻ ഇങ്ങനെ നിൽക്കുന്ന ആ ഓടക്കുഴലൂതി നിൽക്കുന്ന കണ്ണൻ്റെ മോഹന രൂപം എന്നിൽ പോലും അല്പം കാമം ജനിപ്പിക്കുന്നു തോഴി എന്നാണ് രാധാദേവി പറയുന്നത്. അപ്പോൾ രാധാദേവിയുടെ ശുദ്ധ ഭക്തിയാണ് അവിടെ നാം കാണുന്നത്. എല്ലാം ഭഗവാന് സമർപ്പണം ചെയ്ത ദേവിയാണ് രാധ. ആ രാധാദേവിയും ഭഗവാനും തമ്മിലുള്ള ബന്ധം ഒന്ന് ആലോചിച്ച് നോക്കൂ. രാധാദേവി പറയുന്നു എന്നിൽ പോലും ഭഗവാന്റെ ആ കടാക്ഷ വീക്ഷണം ഒരല്പം എൻ്റെ മനസ്സിനെ പോലും മതിപ്പിക്കുന്നു, രമിപ്പിക്കുന്നു എന്ന്. അപ്പോൾ അവിടെ നിർമ്മമയായി, നിസ്സംഗയായി ഭഗവാനോടുള്ള അദമ്യമായ ഭക്തി മാത്രമാണ് അവിടെയുള്ളത്. അവിടെ ഭഗവാനും ഭക്തനും ഒന്നാകുന്ന ആ നിമിഷമെന്ന് വെച്ചാൽ ഭക്തിയുടെ അല്ലെങ്കിൽ ഒന്നാകുന്ന ശ്രേഷ്ഠതയുടെ ഒരവസ്ഥയാണത്. അവിടെ ആ ശരീരത്തിന് തോന്നുന്ന ആ കാമജനകമായിട്ടുള്ള ഭാവങ്ങളൊന്നും രാധാദേവിക്കും ഭഗവാനും തമ്മിലില്ല എന്നാണ് നാം അവിടെ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അത്രയും ഭഗവാന്റെ ഹൃദയത്തോട് ഇഴുകി ചേർന്നിരിക്കുന്ന ഭഗവാൻ എന്ന് വെച്ചാൽ നിസ്സംഗനാണ്, നിർമ്മമനാണ്. ദേവിയും അതേപോലെയുള്ള ആളാണ്. അപ്പോൾ അവർ തമ്മിലുള്ള പ്രേമചേഷ്ടകളെന്ന് നമ്മൾ വിശേഷിപ്പിക്കുകയും അങ്ങനെയൊക്കെ നാം ചിന്തിക്കുകയും ചെയ്യുന്നത് എന്താണ്? ഭഗവാനും രാധാദേവിയും തമ്മിൽ ഒന്നായി ചേരുന്ന അവസ്ഥയെന്ന് വെച്ചാൽ അവരുടെ മനസ്സുകളുടെ സമ്മേളനമാണ്. മനസ്സൊന്നായി ചേർന്ന് കഴിഞ്ഞാൽ അവിടെ ശരീരത്തിൻ്റെ ആ ഒന്നിക്കുന്ന ആ അവസ്ഥ അവിടെ വരുന്നില്ല. അതാണ് എനിക്ക് പോലും അല്പം ഒരു എൻ്റെ മനസ്സിനെ പോലും രമിപ്പിക്കുന്നതായിട്ട് തോന്നുന്നു കണ്ണൻ്റെ മോഹന രൂപമെന്ന്. അപ്പോൾ രാധാദേവിക്ക് ഭഗവാൻ സ്വന്തമാണ്. രാധാദേവിയുടേത് അല്ലാതെ ഭഗവാൻ അല്ല. രാധാദേവി കൊടുക്കുന്ന സന്തോഷം മാത്രമാണ് ഭഗവാൻ മറ്റ് ഗോപീജനങ്ങൾക്ക് കൊടുക്കുന്ന സന്തോഷം. അപ്പോൾ രാധാദേവി പറയുന്നു എനിക്ക് പോലും അല്പം
എൻ്റെ മനസ്സിന് പോലും എന്നാണ് പറയുന്നത്. അപ്പോൾ രാധാദേവി അത്രയ്ക്ക് നിർമ്മമയായിട്ട് നിസ്സംഗയായിട്ട് ഭഗവാനെ ഭക്തിപൂർവം ആ സ്നേഹത്തിൻ്റെ പാരമ്യത്തിൽ, ആ പ്രേമഭക്തിയുടെ പാരമ്യത്തിൽ ഭഗവാനെ മനസ്സിൽ കരുതിയിരിക്കുകയാണ്. അവിടെ ഭക്തനും ഭഗവാനും തമ്മിൽ ഒന്നാകുന്ന രംഗമെന്ന് വെച്ചാൽ അവിടെ ശരീരത്തിന് യാതൊരു പ്രാധാന്യവുമില്ല, മനസ്സുകളുടെ സമ്മേളനമാണ് അവിടെ നടക്കുന്നത്. അതാണ് ദേവി അങ്ങനെ വിശേഷിപ്പിച്ചത്. ഇനി നമുക്ക് അടുത്ത അഷ്ടപതിയിലേക്ക് പോകാം. അതായത് 8ാമത്തെ അഷ്ടപതി. അത് ശ്രീ ജയദേവ ഭണിതം എന്ന് വെച്ചാൽ ശ്രീ ജയദേവ കവികളുടെ പേര് ഓരോ അഷ്ടപതിയുടെ അവസാനത്തെ വരികളിലും വരുന്നുണ്ട്. ആ അഷ്ടപതിയാണ് നമുക്ക് ശ്രദ്ധിക്കാം. 8ാമത്തെ പദം. ശ്രീ ജയദേവ ഭണിതമതി സുന്ദര മോഹന മധുരിപുരൂപം ഹരിചരണ സ്മരണം പ്രതി സംപ്രതി ഹരിചരണ സ്മരണം പ്രതി സംപ്രതി പുണ്യവതാമനുരൂപം ഹരിചരണ സ്മരണം പ്രതി സംപ്രതി പുണ്യവതാമനുരൂപം രാസേ ഹരിമിഹ വിഹിത വിലാസം. നമുക്ക് വരികൾ ഒന്നുകൂടെ ശ്രദ്ധിക്കാം. ശ്രീ ജയദേവ ഭണിതം അതിസുന്ദര മോഹന മധുരിപുരൂപം ഹരി ചരണസ്മരണം പ്രതി സംപ്രതി പുണ്യവതാം അനുരൂപം. ശ്രീ ജയദേവ ഭണിതം അതിസുന്ദര മോഹന മധുരിപുരൂപം ഹരി ചരണസ്മരണം പ്രതി സംപ്രതി പുണ്യവതാം അനുരൂപം. ഇതാണ് 8ാമത്തെ അഷ്ടപതിയുടെ വരികൾ. 8ാമത്തെ പദത്തിലെ 5ാമത്തെ അഷ്ടപതി 8ാമത്തെ പദത്തിലെ വരികളാണ്. ഇതിൻ്റെ അർത്ഥം കൂടി നമുക്ക് നോക്കാം. അതിസുന്ദരവും മോഹനവുമായ ആ മധുരിപുവിൻ്റെ രൂപത്തെ, മധു എന്ന അസുരനെ വധിച്ചുകൊണ്ട് മധുരിപു എന്ന് പറഞ്ഞേക്കുന്നത്, ആ രൂപത്തെ, ഭഗവാന്റെ രൂപത്തെ വർണ്ണിക്കുന്ന ശ്രീ ജയദേവരുടെ ഈ ഗീതം ഹരിചരണങ്ങളെ സ്മരിക്കുന്നതിനായി, ശ്രീഹരിയുടെ പാദാരവിന്ദങ്ങളെ സ്മരിക്കുന്നതിനായി പുണ്യവാന്മാർക്ക് യോജിച്ചതാണ്. വളരെ പുണ്യവാന്മാരായിട്ടുള്ള ഭക്തർക്ക് വളരെ യോജിച്ചതാണ് ശ്രീ ജയദേവ കവികളുടെ ഈ വരികൾ. അതോ അതിസുന്ദരവും മോഹനവുമായ ആ മധുരിപുവിൻ്റെ രൂപത്തെ വർണ്ണിക്കുന്ന ഈ ജയദേവരുടെ ഈ വരികൾ വളരെ ഭക്തരെ സംബന്ധിച്ച് വളരെ യോജിച്ചതാണ്. പുണ്യാത്മാക്കൾ ഈ ഗീതത്താൽ ഹരിയെ ഭജിക്കട്ടെ. ശ്രീഹരിയെ പുണ്യാത്മാക്കൾ ഈ ഗീതങ്ങൾ ഉച്ചരിച്ചുകൊണ്ട്, ഈ ഗീതങ്ങൾ ആലപിച്ചുകൊണ്ട് ഭഗവാനെ സ്മരിക്കട്ടെ, രാധാറാണിയെ സ്മരിക്കട്ടെ എന്നാണ് ശ്രീ ജയദേവ കവികൾ ഈ വരികളിലൂടെ അർത്ഥമാക്കുന്നത്. അപ്പോൾ 5ാമത്തെ അഷ്ടപതി കഴിഞ്ഞു. 8 പദങ്ങളുള്ള അഷ്ടപതിയാണ് കഴിഞ്ഞത്. ഇനി നമുക്ക് 6ാമത്തെ അഷ്ടപതിയിലേക്കാണ് കടക്കേണ്ടത്. ഈ 5ാമത്തെ അഷ്ടപതിയിലെ വരികളെല്ലാം മുൻ വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ രാധാറാണി ഭഗവാനെക്കുറിച്ച് സ്മരിക്കുകയാണ്, ഭഗവാന്റെ മോഹന രൂപത്തെക്കുറിച്ച് ചിന്തിക്കുകയാണ്. ഭഗവാൻ മറ്റു ഗോപികമാരുമായി ആനന്ദ നൃത്തത്തിൽ ഏർപ്പെടുന്നത്, രാസലീലയിൽ ഏർപ്പെടുന്നതൊക്കെ കണ്ടിട്ട് അത് ഭഗവാന്റെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുകയാണ്. അത്രയും സുന്ദരനായ, കാമജനകനായ, അതിമോഹന രൂപമുള്ള, കടാക്ഷ വീക്ഷണം കൊണ്ട് സർവരെയും തന്നിലേക്ക് ആകർഷിക്കുന്ന ആ സുന്ദരഗാത്രന്റെ രൂപങ്ങളും രൂപവും ആ ഭാവങ്ങളും ചലനങ്ങളും എല്ലാം രാധാദേവിയിൽ കൂടുതൽ കൂടുതൽ ഭക്തി, ഭഗവാനുമായിട്ടുള്ള അടുപ്പം വർദ്ധിപ്പിക്കുകയാണ്. അകന്ന് കഴിയുന്ന ആ നിമിഷത്തിൽ പോലും
രാധയിൽ ഭഗവാനോട് ഒരു അല്പം പോലും പിണക്കമോ പരിഭവമോ ഒന്നുമില്ല. അകന്നിരുന്നപ്പോഴാണ് ഭഗവാന്റെ സൗന്ദര്യത്തെക്കുറിച്ചും ഭഗവാന്റെ ശ്രേയസ്സിനെക്കുറിച്ചുമൊക്കെ ദേവി കൂടുതൽ ചിന്താകുലയാകുന്നത്. അപ്പോൾ ഇതാണ് ഈ അഷ്ടപദിയുടെ സാരം. എല്ലാവരും ഭഗവാനെയും രാധാദേവിയെയും അഷ്ടപദിയിലൂടെ പ്രാർത്ഥിക്കുക. എല്ലാ ഐശ്വര്യങ്ങളും ദേവിയും ഭഗവാനും തരട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി സർവകർമ്മങ്ങളും ഭഗവാന്റെയും ദേവിയുടെയും പത്മപാദങ്ങളിൽ സമർപ്പിക്കുന്നു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.